അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെ സുഹൃത്തുക്കളെ, അലിയാർ കാസിമി പേരോട് ഉസ്താദിൻ്റെ സംഘടിത സക്കാത്തും അതുമായുള്ള വിശദീകരണവും കേട്ടപ്പോൾ ഒരു ന്യായീകരണം കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കുക ആദ്യം. ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ പേരോട് എൻ്റെ പ്രസംഗത്തെ വിമർശിച്ചു എന്ന് കേട്ടപ്പോൾ അതിനോട് ഒന്ന് പ്രതികരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശനം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അറപ്പുളവാക്കുന്ന അംഗവിക്ഷേപങ്ങളോടും വളരെ ചില പ്രത്യേക തരക്കാരുടെ ചിരിയും ഒക്കെ ചേർന്നുള്ള പ്രതിയോഗിയുടെ വ്യക്തിത്വത്തെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇസ്ലാമികമോ മാനുഷികമോ അല്ലാത്ത ഒരു പ്രഭാഷണ ശൈലിയുടെ ഉടമയാണെന്ന് പണ്ട് എനിക്കറിയാമായിരുന്നു. അപ്പോൾ മൂപ്പര വിഷയപ്പം ചിർച്ചു എന്നുള്ളതാണ്. ഉസ്താദ് അവറുകൾ പറഞ്ഞ മസാലപരമായും കിതാബ് പരമായിട്ടുള്ള വിഷയത്തിലൊന്നും മൂപ്പർക്ക് മറുപടി അർഹിക്കുന്നില്ല. ഓ അലിയാർ കാസിമി, തങ്ങളെ യുക്തി കൊണ്ട് ഇസ്ലാമിനെ അളന്നു, എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ചൂട്ട് പിടിപ്പിച്ചു കൊടുത്തു നിങ്ങൾ. അതാണ് നിങ്ങളെടുത്ത് പറ്റിയ അബദ്ധം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസംഗം വൈറലായി. അത് നിങ്ങളൊരു യുക്തി കൊണ്ട് കണ്ടുപിടിച്ചൊരാശയമായിരുന്നു. ഇസ്ലാമിലെ ഫറളൊക്കെ സംഘടിതമായിട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിസ്കാരം പള്ളിയിൽ ജമാഅത്തായിട്ടാണ് നടക്കുക, സംഘടിതമായിട്ടാണ്. നോമ്പ് ഒരു കാലത്ത് എല്ലാവർക്കും നിർബന്ധമാണ്, അത് സംഘടിതമായിട്ടാണ്. ഹജ്ജ് സംഘടിതമായിട്ടാണ്, എല്ലാവരും അറഫയിൽ ഒരുമിച്ച് കൂടൽ. അതുകൊണ്ട് സക്കാത്തും സംഘടിതമായിട്ടാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ യുക്തി കൊണ്ട് ദീനിനെ അളന്നപ്പോൾ അത് ആ പ്രസംഗം യൂട്യൂബിലെവിടെയോ വൈറലായപ്പോൾ അതിന് ഒരു കുട്ടി കമൻ്റ് ഇട്ടു. ഫറലൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സംഘടിതമായിട്ടെങ്കിൽ രാവിലത്തെ കുളി ഫറലായിട്ട് വരും, അത് സംഘടിതമായി ചെയ്യാൻ പറ്റുമോ എന്നൊരു കുട്ടി കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞു ഉസ്താദ് അവറുകൾ. അപ്പോൾ ചിരിച്ചു. അത് മാനുഷികമായ ചിരിയാണ്. മനുഷ്യന് പൊട്ടത്തരം കേൾക്കുമ്പോൾ ചിരിക്കും എല്ലാവരും. അത് സദസ്സിലുള്ളവരും ചിരിക്കും, കേൾക്കുമ്പോഴും ചിരിക്കും. പണ്ടൊരു വലിയ പണ്ഡിതനോട് 4-5 ആളുകൾ കൂടിയിട്ട് ചെറുപ്പക്കാർ മസാല ചോദിക്കാൻ പോയി. ചോദിച്ച മസാല, ഉസ്താദെ, ഞാൻ എൻ്റെ ഭാര്യനെ തലാക്ക് ചൊല്ലി ദേഷ്യം വന്നപ്പോൾ അതുകൊണ്ട് തിരിച്ചെടുക്കാൻ എന്താണ് വകുപ്പ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ വലിയ പണ്ഡിതൻ പറഞ്ഞു, ഭാര്യമാരെ തലാക്ക് ചൊല്ലൽ ദേഷ്യം വരുമ്പോഴൊക്കെ തന്നെയാണ്, അല്ലാതെ ചുണ്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ചുംബനം ചെയ്തിട്ടോ ആരും തലാക്ക് ചെല്ലലില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചിരിച്ചു എന്ന് പറഞ്ഞു. അത് ചോദ്യം അങ്ങനെ മണ്ടത്തരാവുമ്പോഴാണ് ചിരി സ്വാഭാവികമായിട്ടും വരിക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഉസ്താദ് പറഞ്ഞ ആശയങ്ങളെയും ആദർശങ്ങളെയും ഗണ്ണിക്കുകയാണ് അലിയാർ കാസിമി വേണ്ടത്. പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്കറിയോ? സുന്നത്ത് ജമാഅത്ത് ഇല്ലാത്ത ഡസൻ കണക്കോളം മഹല്ലുകളിലെ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലും ഓലഷെഡ് വെച്ച് കെട്ടി ഇഷ്ടികയും തലക്ക് വെച്ച് സുന്നത്ത് ജമാഅത്ത് ദിവസങ്ങളോളം പറഞ്ഞ് നിങ്ങളെപ്പോലത്തെ ഈ മണ്ടത്തരം പറയുന്ന ആളുകളുടെ മണ്ടത്തരങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ഹക്കായ ദീന് പ്രചരിപ്പിച്ച് ഡസൻ കണക്കോളം ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, ഖാദിയാനി പോലത്തെ യുക്തിവാദികളുടെ കേന്ദ്രത്തിൽ പോയി ദീന് പ്രചരിപ്പിച്ച് അവിടെയൊക്കെ സുന്നി ആശയം, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം നിലകൊള്ളുന്ന പള്ളിയും മദ്രസയും ഉണ്ടാക്കി ജനങ്ങളൊക്കെ യഥാർത്ഥ ഹക്കായ പാത പിന്തുടരുകയാണ്. ആ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുക. അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഇന്നത്തെ സുന്നി പള്ളിയുടെ പ്രസിഡന്റാ, അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഖത്തീബ് ചിലപ്പോൾ ഇന്നത്തെ സുന്നി മദ്രസൻ്റെ സെക്രട്ടറിയാ. ആ നിലക്ക് സുന്നത്തി ജമാഅത്ത് പ്രചരിപ്പിച്ച ഒരു വലിയ മഹാനായ പണ്ഡിതരാണ്. ഉസ്താദിന് ഒരു പ്രതിയോഗിയുമില്ല. ഉസ്താദ് വിനയനായിക്കൊണ്ട് ദീന് തുറന്ന് പറയും. അതുകൊണ്ട് ഹങ് ചെയ്യേണ്ടത് ദീന് പറഞ്ഞതിൽ വല്ല പ്രശ്നങ്ങളും തങ്ങൾക്ക് ഗണ്ണിക്കാനുണ്ടെങ്കിൽ അത് ഗണ്ണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ചിരിയോ കുപ്പായത്തിൻ്റെ കളറോ കാറിൻ്റെ ടയറിൻ്റെ വണ്ണോ അല്ല നോക്കേണ്ടത്. ഓക്കെ, അസ്സലാമു അലൈക്കും.